ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധത്തിലെ 27-ാം അധ്യായം. പുരഞ്ജനോപാഖ്യാനമാണ് വിഷയം. ചണ്ഡവേഗൻ, പുരഞ്ജനനും കാലകന്യകയുടെയും കഥയും അതാണ്. കാലകന്യകയുടെയും കഥയാണ് ഇനി വരുന്ന ഭാഗം. അതിന് മുമ്പത്തേതിനകത്ത് നമ്മൾ കണ്ടല്ലോ, പുരഞ്ജനൻ നായാട്ടിന് പോകുന്നു. അത് രാജ്ഞിക്ക് ഇഷ്ടപ്പെടുന്നില്ല, രാജ്ഞി കോപിക്കുന്നതായിട്ട് പറയുന്നത്. ചണ്ഡവേഗൻ എന്ന് പറഞ്ഞാൽ ചണ്ഡവേഗൻ, പുരഞ്ജനനും കാലകന്യയുടെയും കഥ. നാരദ ഉവാച: യുദ്ധം പുരഞ്ജനം സദ്രഗ് വശമാനീയ വിഭ്രമൈ പുരഞ്ജനീ മഹാരാജ രമേ രമയതി പതിം. യുദ്ധം പുരഞ്ജനം സദ്ര്യഗ് അശ്വമാനീയ വിഭ്രമൈഃ പുരഞ്ജനീ മഹാരാജ രമേ രമയതി പതിം. പതിം എന്നില്ല, പതിം. രമയതി എന്നുള്ളത് നീട്ടുണ്ട് താനും. നാരദർ പറയുന്നതായിട്ടാണ്, പ്രാചീന ബർഹിസിനോട് നാരദർ പറയുന്നതായിട്ടാണ് കഥ. അല്ലയോ മഹാരാജാവേ, ആരെയാ വിളിക്കുന്ന മഹാരാജാവേ എന്ന്? നമ്മുടെ പ്രാചീന ബർഹിസിനോട്. പുരഞ്ജനി ഇങ്ങനെ തൻ്റെ വിലാസങ്ങളാൽ പുരഞ്ജനനെ വേണ്ട വിധം തൻ്റെ വശത്താക്കി, തൻ്റെ പാട്ടിലാക്കി അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചുകൊണ്ട് സ്വയം സന്തോഷിച്ചു. സരാജ മഹിഷീരാജൻ, സാന്നില്ല, സരാജ, രാജ എന്നുള്ള നീട്ടമുണ്ട്. സരാജ മഹിഷീം രാജൻ സുസ്നാതാം രുചിരാനനാം കൃതസ്വസ്ത്യയനാം തൃപ്താം അഭ്യനന്ദതുപാഗതാം. കൃതസ്വസ്ത്യയനാം തൃപ്താം എന്ന് വെച്ചിട്ട് പിന്നെ അഭ്യനന്ദതുപാഗതാം. അല്ലയോ രാജൻ, ആ രാജാവ് സ്നാനം ചെയ്ത് വളരെ സുന്ദരമായിട്ടൊക്കെ അലങ്കാരങ്ങളൊക്കെ ചെയ്ത് സംതൃപ്തയായും സമീപത്ത് വന്നവളും സുന്ദരിയുമായ തൻ്റെ പത്നിയെ വളരെയധികം സന്തോഷിപ്പിച്ചു, അഭിനന്ദിച്ചു. നീ കൊള്ളാം, സുന്ദരിയാണ്, നിൻ്റെ സൗന്ദര്യത്തിലൊക്കെ ഞാൻ ആകൃഷ്ടനാണെന്ന് രാജാവ് പറഞ്ഞു. തയോപഗൂഢപരിരബ്ധഗന്ധരോ രഹോനുമന്ത്രൈർ അപകൃഷ്ടചേതനഃ ന കാലരംഹോ ബുബുധേ ദുരത്യയം ദിവാ നിഷേധി പ്രമദാപരിഗ്രഹ. തയോപഗൂഢപരിരബ്ധഗന്ധരോ രഹോനുമന്ത്രൈർ അപകൃഷ്ടചേതനഃ ന കാലരംഹോ ബുബുധേ ദുരത്യയം ദിവാ നിഷേധി പ്രമദാപരിഗ്രഹ. അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. ഇവിടെ പറഞ്ഞിരിക്കുന്ന അദ്ദേഹം അവളാൽ ആലിംഗിതനും, അതുപോലെ നിരന്തരം കണ്ഠാലിംഗിതനും, അതായത് കഴുത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ ഏകാന്തതയിൽ വളരെ നർമ്മ സംഭാഷണത്തിൽ വിവേകം ഇല്ലാതെ അവളെ തന്നെ സർവസ്വമെന്ന് കരുതി സ്വീകരിക്കുന്നവനായി. അതായത് ആ സമയത്തൊക്കെ അവളുമായിട്ടങ്ങ് ഒരു പരിധിയിൽ കൂടുതൽ ആ രാജാവ് അങ്ങ് ഇടപെട്ടു എന്നേ ഉള്ളൂ ഉദ്ദേശം. പകൽ രാത്രി എന്നീ ക്രമത്തിൽ പോകുന്ന കാലത്തിൻ്റെ വേഗം അറിഞ്ഞതേയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ഈ കഥ ഞാനിങ്ങനെ പറഞ്ഞു പോകും. ഇതിനകത്ത് എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥമായിട്ട് അതിനകത്ത് ഒരുപാട് ആന്തരിക അർത്ഥങ്ങളുണ്ട്, അകത്തുള്ള വേറെ അർത്ഥങ്ങളുണ്ട്. കാലകന്യ എന്ന് പറയുന്നത് അവളെ നമ്മളറിയാതെ നമ്മൾ ആ കാലത്തിനനുസരിച്ച് നമ്മൾ വളരെ സന്തോഷമായിട്ട് കാലത്തുമായിട്ട് ചേർന്ന് പോവുക. അതാണ് ഈ പറയുന്നത്. കാലത്തിനെ അങ്ങ് നമ്മൾ കാലകന്യ, അവളെയാണ് ആലിംഗനം ചെയ്തതുമൊക്കെ. പക്ഷേ നമ്മുടെ സമയങ്ങൾ അതിനതിന് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് ഭഗവാനിലോട്ട്, മരണത്തിലോട്ട് എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശമാണ് കേട്ടോ. അത് ഓർത്തോണം. അങ്ങനെ ഒരു കാര്യം കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. ഇത് ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ പുരഞ്ജനോപാഖ്യാനത്തിൻ്റെ അവസാനം അതിനെ എല്ലാം ഒന്ന് ശരിയായ രീതിയിൽ ഇന്നതാണെന്ന് പറയുന്നുമുണ്ട്. ഈ ഒരു കഥ മാത്രം ഭാഗവതത്തിലെ അന്തരാർത്ഥം കൂടെ പറഞ്ഞ് പോകുന്ന ഒരു പ്രകരണം മാത്രമേ ഭാഗവതത്തിലുള്ളൂ. ബാക്കി പല കഥകളും ഇത് തന്നെയാണ്. ഗജേന്ദ്ര മോക്ഷത്തിൻ്റെ കഥയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് ഗജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ കൗരവ പാണ്ഡവ യുദ്ധവും നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന ധർമാധർമ്മ യുദ്ധമാണ് നടക്കുന്നത് എന്നൊക്കെ ഒരു വിവക്ഷ ഉണ്ട്. അത് വ്യാസഭഗവാൻ മിക്ക കഥകളിലും കഥാരൂപേണയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ്? നമുക്ക് നേരിട്ട് അതിൻ്റെ ആന്തരാർത്ഥം തന്നെ വളരെ ഗഹനമായ
തത്വചിന്തകളൊക്കെ പറഞ്ഞാൽ നമുക്ക് ദഹിക്കുകയില്ല. അതിന് നമുക്കത് മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് അതൊരു കഥാരൂപത്തിൽ പറയുമ്പോൾ അതിനോടൊരു പ്രത്യേകത തോന്നും. ഹോമിയോ ഗുളിക പഞ്ചസാരയിൽ മുക്കിയാണ് തരുന്നത്. പഞ്ചസാര ഗുളികയാണ്, പക്ഷേ അതിനകത്ത് ഇതിനകത്ത് ഇട്ട ശേഷമാണ് അവർ തരുന്നത്. ആ മരുന്നിൻ്റെ പ്രയോജനം കൊണ്ടാണ് നമ്മളുടെ രോഗം മാറുന്നത്. നമ്മൾക്കത് അറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പല അങ്ങാടി മരുന്നുകളും കൊടുക്കുമ്പോൾ തേനിൽ ചാലിച്ചാണ് കൊടുക്കും. തേനിൻ്റെ സുഖം, മധുരം ആസ്വദിക്കാനായിട്ട് കുഞ്ഞുങ്ങളത് പ്രശ്നമില്ലാതെ അത് കഴിക്കും. പക്ഷേ ഉദ്ദേശം എന്താ? ആ ഗുളിക അകത്ത് ചെന്നാൽ അത് പ്രയോജനപ്പെടും. അത് തേനിൽ ചാലിച്ചങ്ങ് കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ കഥയിൽ ചാലിച്ച് തത്വങ്ങൾ പറയുന്നതേ ഉള്ളൂ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോണം. വ്യഞ്ജനോപാഖ്യാനം ഇത്തിരി ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റ്, ഒരു പ്രകരണമാണ് ഭാഗവതത്തിലെ. പറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് അടുത്തത് പറയാം. അതുകൊണ്ട് ഈ രാത്രി പകൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ കഴിഞ്ഞ ഞായറാഴ്ച എന്ന് പറഞ്ഞത് പെട്ടെന്ന് കഴിഞ്ഞ ഞായറാഴ്ചത്തെ പല കാര്യങ്ങളും നമ്മൾ ഇന്നലെ നടന്ന പോലെ അല്ലെ അപ്പം തന്നെ നടന്ന പോലെ നമ്മുടെ മനസ്സിൽ ഓരോന്നോരോന്ന് ഓടിയെത്തും. രാവിലെ എഴുന്നേറ്റ് തൊട്ടുള്ള കാര്യങ്ങൾ, ആരൊക്കെ വന്നു, ആരൊക്കെ പോയി, ആരോടൊക്കെ സംസാരിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇത്ര പെട്ടെന്ന് ഒരാഴ്ച പോയോ എന്ന് ഓർക്കും ഇല്ലേ? അത് തന്നെയാണ് ഇതിവിടെ പറയുന്നത്. ഒരാഴ്ച, പിന്നെ 4 ആഴ്ച, 1 മാസം, 12 മാസം, 1 വർഷം, അങ്ങനെ വർഷങ്ങൾ കടന്ന് പോയി. നമ്മളിപ്പം എത്ര വയസ്സിലെത്തി നിൽക്കുന്നോ അത്രയും കാലം നമ്മൾ നടന്നിങ്ങ് പോന്നു. ഇനി നമുക്ക് എത്ര നടക്കാനുണ്ടെന്ന് നമുക്കറിഞ്ഞൂടെ. ഭയപ്പെടുത്തുകയൊന്നുമല്ല ഞാൻ കേട്ടോ, സത്യത്തിനെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. അത് ആർക്കും ഉൾക്കൊള്ളാനൊന്നും അധികം പറ്റില്ല. നമ്മൾ അവനവൻ്റെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മളത് എല്ലാം തള്ളിക്കളഞ്ഞ് നമ്മളുടെ ഒരു പ്രശ്നങ്ങളുണ്ടായി കഴിയുമ്പോൾ നമ്മളതിനെ നേരിടാൻ നമുക്ക് വാക്കുകളില്ല. നമുക്ക് ഡിപ്രഷന്, നമുക്ക് മനപ്രയാസങ്ങൾ, നമുക്കിങ്ങനെ വന്നല്ലോ എന്നുള്ള ചിന്തകൾ, ഇതെല്ലാം ഉണ്ടാകരുതെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, ഉണ്ടാകും. അതിനെ യുക്തിപൂർവം ഇത്തിരിയെങ്കിലും തരണം ചെയ്യണമെങ്കിൽ ഇതുണ്ടാകും, എന്നെങ്കിലും ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയോടെ ഇരിക്കുന്നതും ഉണ്ടാകുകയേയില്ല എന്നോർത്തിരുന്നിട്ട് വരുമ്പോൾ നമുക്ക് ആ ദുഃഖം വലിയതായിരിക്കും. നമുക്ക് താങ്ങാൻ പറ്റില്ല. മറ്റേത് നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മൾ സ്വയമാണെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ളവരാണെങ്കിലും ഇതെല്ലാം എപ്പം വേണമെങ്കിലും ഇല്ലാതാകാവുന്നതാണ് എന്നുള്ള ഒരു ബോധം ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ, അങ്ങനെയൊരു പ്രിപ്പയർ ചെയ്ത അതിനെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ ഉണ്ടാകാം, ഒരു ദുരന്തം ഉണ്ടാകാം എന്നിങ്ങനെ അങ്ങനെ ഓർത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ചിന്തയാണെന്ന് പറയും. പക്ഷേ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട, അങ്ങനെ ഉണ്ടാകുന്നുണ്ടല്ലോ. പിന്നെ നമ്മുടെ കാര്യത്തിൽ മാത്രമായിട്ടത് ഇല്ലാതെ വരുമോ ഇനി നമുക്ക് ഒന്നാലോചിക്കാവുന്നല്ലേ ഉള്ളൂ. നമ്മൾ ഈശ്വരനെ വിളിക്കുന്നുണ്ട്, ആപത്തുകളൊന്നും ഉണ്ടാക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് അനുഭവത്തിന് എന്തെങ്കിലും ഒരു കാരണം കാണും. ജന്മത്തിലോ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്ക് ആ ദുഃഖം ആണെങ്കിൽ ദുഃഖം അനുഭവിക്കാനുള്ള സമയമുണ്ടെങ്കിൽ അത് അനുഭവിക്കണം. പിന്നെ നമ്മളല്ലാതെ വേറൊരു വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നം, നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരാളിനെ വരുന്ന ആ വ്യക്തിയുടെ പ്രശ്നവും അതിനകത്തുണ്ടാകാം. അപ്പോൾ ആ ആളിനത് അങ്ങനെ ഒരു വിധിയായിരിക്കാം ഈശ്വരൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. അങ്ങനെ ഓർക്കാം. നല്ലതാണെങ്കിലും അതുപോലെ തന്നെ നമുക്കൊരു നന്മയാണെങ്കിലും വരുമ്പോൾ അതും വന്നോട്ടെ. അപ്പോഴതിനെയും നമ്മൾ ഒരേപോലെ കാണുക, രണ്ടിനെയും. എന്നുവെച്ചാൽ ദുഃഖമാണെങ്കിലും സുഖമാണെങ്കിലും ഒരേപോലെ കാണാനുള്ള ഒരു പരിശീലനം വെറുതെ കൊടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതൊന്നും ഈ ചിന്തകളും ഈ തത്വങ്ങളും ഒന്നും നമ്മുടെ സ്വന്തം കാര്യം വരുമ്പോൾ നമുക്കിതൊന്നും പ്രാവർത്തികമാക്കാൻ പറ്റുകയില്ല. ഇതൊന്നും നമുക്കത് അനുസരിക്കാനോ അതിനെ അനുകൂലിക്കാനോ പറ്റില്ല. നമ്മൾ ദുഃഖം തന്നെയായിരിക്കും. ദുഃഖമാണെങ്കിൽ സന്തോഷിക്കാനാണെങ്കിൽ സന്തോഷം തന്നെയായിരിക്കും. സന്തോഷത്തിന് പിന്നെയും നമുക്ക് അടക്കാൻ പറ്റും വിവേകം കൊണ്ട്, ഒരു പരിധിയിൽ കൂടുതൽ അല്ലാതെ. പക്ഷേ ദുഃഖത്തിനെ നമുക്ക് അടക്കാൻ പറ്റില്ല. നമ്മളറിയാതെ നമ്മൾ ദുഃഖിതരാകും. ശയാന ഉന്നദ്ധമതോ മഹാമന മഹാർഹതൽപേ മഹിഷി ഭുജോപധി താമേവ വീരോ യതസ്തമോഭിഭൂതോ ന നിജം പരം ചയത് താമേവ വീരോ മനുതേ പരം യതസ്തമോഭിഭൂതോ ന നിജം പരം ചയത് ശയാനമുന്നദ്ധമതോ മഹാമന മഹാർഹതൽപേ മഹിഷി ഭുജോപധി താമേവ വീരോ മനുതേ പരം യതസ്തമോഭിഭൂതോ ന നിജം പരം ചയത്. അതായത് മഹാമനസ്സായ അദ്ദേഹം
വളരെ ഉന്നത മതനും അത് ഉത്കൃഷ്ട ശൈലിയിൽ പത്നിയുടെ കൈയാകുന്ന തലയോട് കൂടിയവനുമായി അവളെ തന്നെ തൻ്റെ പരമപുരുഷാർത്ഥമായി കരുതി. ആരെ? ഈ പുരഞ്ജനിയെ. എന്തെന്നാൽ വീരനാണെങ്കിലും അദ്ദേഹത്തിന് അജ്ഞാനത്തിന് അടിമയായി തൻ്റെ ആത്മസ്വരൂപം, താൻ ആരാണ്, താൻ ഈശ്വരനാണ്, തൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത് ഞാൻ എന്ന ആ പരബ്രഹ്മം, ആ ആത്മ, അത് എല്ലാവരിലും ഉള്ളത് തന്നെയാണ്, തന്നിലും ആ ഈശ്വര ചൈതന്യമാണ് തന്നിൽ വിളങ്ങുന്നതെന്നുള്ളത് മനസ്സിലാക്കാതെ പരമാത്മസ്വരൂപമോ ആത്മസ്വരൂപമോ പരമപുരുഷാർത്ഥമായി കരുതിയില്ല. അവളാണ് സർവവും എന്ന് അദ്ദേഹം ചിന്തിച്ചു. തയൈവം രമമാണസ്യ കാമകശ്മലചേതസഹാക്ഷണാർത്ഥമിവ രാജേന്ദ്ര വ്യതിക്രാന്തം നവം വയഃ. അല്ലയോ രാജശ്രേഷ്ഠ, അവളുമൊത്തിങ്ങനെ വളരെ ക്രീഡയിലൊക്കെ മുഴുകി കാമത്തിന് അടിമയായിട്ട് മനസ്സ് മലിനമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ യൗവനം താരുണ്യം എന്നൊക്കെ പറഞ്ഞില്ലേ, അരക്ഷണം പോലെ വേഗത്തിൽ അറിയാതെ കഴിഞ്ഞു. അത് നമുക്കറിയാവുന്ന നമ്മളുടെ ചെറുപ്രായം 20 മുതൽ 40-45 വയസ്സ് വരെയുള്ള സമയം എങ്ങനെ കഴിഞ്ഞു പോയി എന്ന് ചോദിച്ചാൽ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. എങ്ങനെയൊക്കെയോ കഴിഞ്ഞു പോയി, അത്രയോ അറിയാവുള്ളൂ. അതങ്ങനെ കഴിഞ്ഞുപോയി. അപ്പോൾ സമയം പോവുക എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. തസ്യാമജനയത് പുത്രാൻ പുരഞ്ജന്യാം പുരഞ്ജനക ശതാന്യേകാദശ വിരാട് എന്നാക്കിയിട്ട് ആയുഷോർദ്ധമധാത്യഗാത്. തസ്യാമജനയത് പുത്രാൻ പുരഞ്ജന്യാം പുരഞ്ജനക ശതാന്യേകാദശ വിരാട് ആയുഷോർദ്ധമധാത്യഗാത്. സമ്രാട്ടായത് രാജാധിരാജനായ പുരഞ്ജനൻ ആ പുരഞ്ജനിയിൽ 1100 പുത്രന്മാരെ ജനിപ്പിച്ചു. അത്രയും പുത്രന്മാർ അവൾക്കുണ്ടായി. അത് പുരഞ്ജനിൽ നിന്ന് കിട്ടി. അപ്പോഴേക്കും ആയുസ്സിൻ്റെ നേർപകുതി തീർന്നുപോയി. ദുഹിതൃർദശോത്തരശതം പിതൃമാതൃയശസ്കരീः ശീലൗദാര്യഗുണോപേതാ പൗരഞ്ജന്യ പ്രജാപതേ. പിതാവിനും അമ്മയ്ക്കും വളരെയധികം യശസ്സുണ്ടാക്കുന്നവരായ 110 പുത്രിമാരെയും ജനിപ്പിച്ചു. 1000 ചില്വാനം പുത്രന്മാരെ അല്ലേ, അതിന് മുമ്പ് പറഞ്ഞത് അങ്ങനെയാണ്. 1100 പുത്രന്മാരെ ജനിപ്പിച്ചു. പുരഞ്ജനിയുടെ പുത്രിമാർ എത്ര പേരാ? 110. മറ്റേത് 1100. അതൊക്കെ അതിനൊരു കണക്കുണ്ട് കേട്ടോ. ശീലം, ഔദാര്യം മുതലായ പുത്രിമാരെല്ലാം എല്ലാ ഗുണങ്ങളും തികഞ്ഞവരായിരുന്നു. സ പഞ്ചാലപതി പുത്രാൻ പിതൃവംശ വിവർധനാൻ ധാരൈ സംയോജയാമാസാദുഹിതൃ സദൃശൈർവരൈഃ. സ പഞ്ചാലപതി പുത്രാൻ പിതൃവംശ വിവർധനാൻ ധാരൈ സംയോജയാമാസാദുഹിതൃ സദൃശൈർവരൈഃ. പാഞ്ചാല രാജാവായ അദ്ദേഹം പിതൃവംശവർദ്ധനത്തിനും ഉപകരിക്കുന്ന പുത്രന്മാരെ പത്മാരോടും കൂടി പുത്രിമാരെ യോജിച്ച വരന്മാരോടും കൂടി യോജിപ്പിച്ചു വിട്ടു. അവരെ വിവാഹം കഴിപ്പിച്ചു വിട്ടു. യോജിച്ച അനുയോജ്യരായ വരന്മാരെ കണ്ടെത്തി അവരുടെ കൂടെ പറഞ്ഞു വിട്ടു. പുത്രാണാം ജാഭവൻ പുത്ര ഏകൈകസ്യ ശതം യൈർവൈ പൗരഞ്ജനോ വംശ പഞ്ചാലേഷു സമേധിത. ഓരോ പുത്രന്മാർക്കും 100 പുത്രന്മാരും ഉണ്ടായി. ഓരോ പുത്രന്മാർക്കും ആ പുത്രപൗത്ര പരമ്പര പഞ്ചാലദേശത്തങ്ങനെ നിറഞ്ഞു നിന്നു. പുത്രാണാം ജാഭവൻ പുത്ര ഏകൈകസ്യ ശതം യൈർവൈ പൗരഞ്ജനോ വംശ പഞ്ചാലേഷു സമേധിത. തേഷു തദ്രിഗ്ധ ഹാരേഷു ഗൃഹകോശാനുജീവിഷു നിരൂഢേന മമത്വേന വിഷയേഷു അന്വബധ്യത. തേഷു തദ്രിഗ്ധ ആഹാരേഷു ഹൃഗകോശാനുജീവിഷു നിരൂഢേന മമത്വേന വിഷയേഷു അന്വബധ്യത. പൗത്രന്മാരാലും അപ്പോൾ അതുപോലെ ഗൃഹത്തിലെ ധനാദികളും ഒക്കെ വേരുറച്ച് ഭ്രാന്തി കൊണ്ട് അല്ലെങ്കിൽ അതിനോടുള്ള സ്നേഹം കൊണ്ട് അതിനോടുള്ള മമത്വം കൊണ്ട് വിഷയങ്ങളിൽ അധികം പുത്രന്മാരും പുത്രികളും അവരൊക്കെ നല്ല നിലയിലായി. പിന്നെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടുള്ള ഭണ്ഡാരങ്ങളൊക്കെ നിറഞ്ഞു. അങ്ങനെ വന്നപ്പം ഇതെല്ലാം തികഞ്ഞപ്പം അതിനോടുള്ള മമത്വം കൊണ്ട് ആ വിഷയങ്ങളിൽ അധികം ആസക്തനായി.
ഈജേ ചക്രതുഭിർഘോരൈർദീക്ഷിത പശുമാരകൈഃ ദേവാൻ പിതॄൻ ഭൂതപതീൻ നാനാകാമോ യഥാ ഭവാൻ. ഈജേ ചക്രതുഭിർഘോരൈർദീക്ഷിത പശുമാരകൈഃ ദേവാൻ പിതॄൻ ഭൂതപതീൻ നാനാകാമോ യഥാ ഭവാൻ. അതുപോലെ പല പല ആഗ്രഹങ്ങളുമുള്ള അദ്ദേഹം, ഒരുപാട് ആഗ്രഹങ്ങൾ അദ്ദേഹത്തിന് അവശേഷിക്കുന്നുണ്ടായിരുന്നു. അവ സാധിക്കുന്നതിന് അങ്ങയെപ്പോലെ, അതായത് പ്രാചീന ബർഹിസിനെ പോലെ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങയെപ്പോലെ എന്ന് പറഞ്ഞാൽ പ്രാചീന ബർഹിസിനോട് നാരദർ പറയുന്ന യജ്ഞത്തിനുള്ള ഇങ്ങനെ ദീക്ഷ സ്വീകരിച്ച് വളരെ ഘോരങ്ങളും, അതായത് കൊണ്ട് ഹിംസയും നടത്തുന്ന തരത്തിലുള്ള യജ്ഞങ്ങൾ യജ്ഞത്താൽ ദേവന്മാരെയും പിതൃക്കളെയും ഭൂതപതികളെയും ഒക്കെ യജിച്ചു. യജ്ഞം അവർക്ക് വേണ്ടിയിട്ടുള്ള യജ്ഞം ചെയ്തു. യുക്തേഷ്വേവം പ്രമത്തസ്യ കുടുംബാസക്തചേതസഃ ആസസാദ സ വൈ കാലോ യോ പ്രിയയോഷിതാം. യുക്തേഷു ഏവം പ്രമത്തസ്യ കുടുംബാസക്തചേതസഃ ആസസാദ സ വൈ കാലോ യോ പ്രിയയോഷിതാം. വേണ്ട കർമ്മങ്ങളിൽ താല്പര്യമൊന്നുമില്ലാത്തവനായി, കുടുംബകാര്യത്തിൽ വളരെ ആസക്തനായി അദ്ദേഹം സ്ത്രീകൾക്ക് തീരെ ഇഷ്ടപ്പെടാത്ത വാർദ്ധക്യകാലം വന്നു. അതെന്താ, സ്ത്രീകൾക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. യോഷിത എന്ന് പറഞ്ഞ സ്ത്രീ. ആസസാദ വൈകാലോ യോ പ്രിയയോഷിത. സ്ത്രീകൾക്കൊട്ടും ഇഷ്ടമില്ലാത്തതായ വാർദ്ധക്യകാലം വന്നു അദ്ദേഹത്തിന്. ചണ്ഡവേഗ ഇതി ഖ്യാതോ ഗന്ധർവാധിപതിർനൃപ ഗന്ധർവാസ്തസ്യ ബലിനഃ ഷഷ്ട്യുത്തരശതത്രയം. ചണ്ഡവേഗ ഇതി ഖ്യാതോ ഗന്ധർവാധിപതിർനൃപ ഗന്ധർവാസ്തസ്യ ബലിനഃ ഷഷ്ട്യുത്തരശതത്രയം. ഗന്ധർവ്യസ്താദൃശീരസ്യ മൈഥുന്യശ്ച സിതാസിതാഃ പരിവൃത്യ വിലുംബന്തി സർവകാമ വിനിർമ്മിതാം. ഗന്ധർവ്യസ്താദൃശീരസ്യ മൈഥുന്യശ്ച സിതാസിതാഃ പരിവൃത്യ വിലുംബന്തി സർവകാമ വിനിർമ്മിതാം. അല്ലയോ രാജാവേ, 13-14 ഒന്നിച്ച ചണ്ഡവേഗൻ എന്ന പ്രസിദ്ധനായ ഒരു ഗന്ധർവൻ ഉണ്ടായിരുന്നു. അവരോടൊന്നിച്ച് അയാൾക്ക് ബലവാന്മാരെ 360 ഗന്ധർവന്മാരും അവരോടൊന്നിച്ച് കറുത്തും വെളുത്തും വെളുത്തതും അത്രയും ഗന്ധർവ സ്ത്രീകളും ഉണ്ടായിരുന്നു. ചണ്ഡവേഗൻ എന്ന പ്രസിദ്ധനായ ഗന്ധർവൻ ചണ്ഡവേഗൻ. അയാളുടെ മക്കളാരാ? 360 ഗന്ധർവന്മാർ. അതെന്നാ 360 എന്ന് പറഞ്ഞാൽ ഒരു വർഷം, 360 ദിവസം. അതാണ് ഈ പറഞ്ഞത്. 360 ദിവസങ്ങളുടെ ഇതിനാണ് ചണ്ഡവേഗനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഗന്ധർവന്മാരും അവരോടൊന്നിച്ച് കറുത്തും വെളുത്തതും അത്രയും ഗന്ധർവ സ്ത്രീകളും ഉണ്ടായിരുന്നു. അവർ ചുറ്റി നടന്ന് സർവ കാമത്തിൻ്റെയും ഉപകരണങ്ങളോടുകൂടി നിർമ്മിച്ച പുരിയെ നശിപ്പിക്കാൻ തുടങ്ങി. ഈ ചണ്ഡവേഗൻ്റെ പുത്രന്മാരും കൂടെ ഈ പുരഞ്ജനൻ്റെ പുരിയെ നശിപ്പിക്കാൻ തുടങ്ങി. അത് അറിയാമല്ലോ. ഈ വർഷങ്ങൾ കൊണ്ട് അത് ഒട്ടും തീരാത്ത വാർദ്ധക്യം വന്നെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. വർഷങ്ങൾ കൊണ്ടുണ്ടായ ആ നാശം തുടങ്ങി. അതിന് പുരി ഏതാ? നവദ്വാരങ്ങളുള്ള പുരിയാണ് നമ്മുടെ ഈ ശരീരം. ആ ഒരു വലിയ രാജാവ് കണ്ടു, അതിനകത്ത് കയറി താമസിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ. അത് തേ ചണ്ഡവേഗാനുചര പുരഞ്ജനപുരം പരിവൃത്യ വിലുംബന്തി സർവകാമ വിനിർമ്മിതാം. തേ ചണ്ഡവേഗാനുചര പുരഞ്ജനപുരം യഥാ. ചണ്ഡവേഗൻ്റെ അനുയായികൾ പുരഞ്ജനപുരം നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എപ്പോഴും ഉണർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സർപ്പം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഒരു കൂട്ടുകാരൻ എപ്പോഴും ഉണർന്നിരിക്കുന്നതായിട്ടുള്ള ആ ഒരു സർപ്പം അതിനെ തടഞ്ഞു. സപ്തഭിശതൈരേകോ വിംശത്യാച ശതം സമാഹ പുരഞ്ജനപുരാധ്യക്ഷോ ഗന്ധർവൈർയുധേ ബലി. ബലമേറിയ ആ പുരഞ്ജനപുരത്തിൻ്റെ അധ്യക്ഷൻ ഒറ്റയ്ക്ക് തന്നെ ആ 720 ഗന്ധർവ സൈന്യത്തോട് 100 കൊല്ലം യുദ്ധം ചെയ്തു. എന്നുവെച്ചാൽ നമ്മൾ യുദ്ധം ചെയ്താണ് ഓരോ ദിവസങ്ങളും നീക്കി വിടുന്നത്. ക്ഷീയമാണേ സ്വസംബന്ധേ കസ്മിൻ ബഹുഭിർയുധ ചിന്താം പരാം ജഗാമാർത്ത സ രാഷ്ട്രപുരബാന്ധവഃ. ക്ഷീയമാണേ സ്വസംബന്ധേ കസ്മിൻ ബഹുഭിർയുധ ചിന്താം പരാം ജഗാമാർത്ത സ രാഷ്ട്രപുരബാന്ധവഃ. തനിക്ക് ബന്ധപ്പെട്ട പുരത്തിൻ്റെ ഉടമ ഒറ്റയ്ക്ക് അനേകം ആളുകളുമായി യുദ്ധം ചെയ്ത് തളർന്നപ്പോൾ ആ രാഷ്ട്രത്തിൻ്റെയും ആ രാജകൊട്ടാരത്തിൻ്റെയും സ്വാമിയായ പുരഞ്ജനൻ
അതിദുഃഖിതനും വളരെയധികം ചിന്താധീനനുമായി. സയേവ പുര്യാം മധുഭുക് പഞ്ചാലേഷു സ്വപാർഷദൈഃ ഉപനീതം ബലിം ഗൃഹ്ണൻ സ്ത്രീജിതോ നാവിദദ്ഭയം. അതൊന്നും പ്രത്യേകം പറയാനൊന്നുമില്ല, എന്നാലും പറഞ്ഞു പോകാം. ഈ നഗരത്തിൽ ഉണ്ടോ സ ഏവ പുര്യാം മധുഭുക്ക് പഞ്ചാലേഷു സ്വപാർഷദേ. മധു എന്ന് പറഞ്ഞാൽ തേനെന്നും അർത്ഥമുണ്ട്, മദ്യമെന്നും അർത്ഥമുണ്ട്. ആ നഗരത്തിലിങ്ങനെ മദ്യപാനം ചെയ്ത് ക്ഷുദ്രസുഖങ്ങൾ അനുഭവിച്ചിരിക്കുന്ന പുരഞ്ജനൻ, ഇങ്ങനെ മതോന്മത്തനായിട്ടിരിക്കുന്ന പുരഞ്ജനൻ തൻ്റെ അനുജായികളാൽ രാഷ്ട്രത്തിൻ്റെയും ഈ പുരത്തിൻ്റെയും ഈ രാജകൊട്ടാരത്തിൻ്റെയും സ്വാമിയായ പുരഞ്ജനൻ പാർഷദന്മാർ കൊടുത്ത ബലി സ്വീകരിച്ചുകൊണ്ട് സ്ത്രീജിതനായി വരാൻ പോകുന്ന ഭയം അറിഞ്ഞില്ല. ഒരു വലിയ ഭയം വരാൻ പോകുന്നുണ്ട്, അത് ഒട്ടും അറിഞ്ഞില്ല. ഇതിനകത്ത് അങ്ങ് ആകർഷനായിരിക്കുക. കാലസ്യ ദുഹിതാ കാചിത് ത്രിലോകീം വരമിച്ഛതി പര്യടന്തി ന ബർഹിഷ്മൻ പ്രത്യനന്ദത കശ്ചന. കാലസ്യ ദുഹിതാ കാചിത് ത്രിലോകീം വരമിച്ഛതി പര്യടന്തി ന ബർഹിഷ്മൻ പ്രത്യനന്ദത കശ്ചന. ബർഹിസേ, പ്രാചീന ബർഹിസിനെ വിളിക്കുക. ബർഹിഷ്മൻ 3 ലോകം മുഴുവൻ വരാനായി ആഗ്രഹിക്കുന്നവളും അതിനായി ചുറ്റി നടക്കുന്നവളുമായ കാലത്തിനൊരു മകളുണ്ട്. ആരും അവളെ അഭിനന്ദിച്ചില്ല. കാലൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത സമയം, അതാണ് കാലം എന്ന് പറയുന്നത്. കാലൻ എന്ന് വന്നിരിക്കുന്നത്. ആ കാലനെ വരാൻ പോകുന്ന കാലനെ ആരും അഭിനന്ദിച്ചില്ല. കാലനൊരു മകളുണ്ട്, അവളെ ഒട്ടും അഭിനന്ദിച്ചില്ലെന്നാണ് പറയുന്നത്. കാലസ്യ ദുഹിതാ കാചിത് ത്രിലോകീം വരമിച്ഛതി പര്യടന്തി ന ബർഹിഷ്മൻ പ്രത്യനന്ദത കശ്ചന. ദൗർഭാഗ്യേനാത്മനോ ലോകേ വിശ്രുത ദുർഭഗേതി സാ യാതുഷ്ടാ രാജർഷയേതു വൃതാദാത് പൂരവേ വരം. ദൗർഭാഗ്യേനാത്മനോ ലോകേ വിശ്രുത ദുർഭഗേതി സാ യാതുഷ്ടാ രാജർഷയേതു. അവിടെ നിർത്തണം. വൃതാദാത് പുരേവ വരം. പൂരവേ വരം. പണ്ട് പൂരുവിനാൽ സ്വയം വരിക്കപ്പെട്ടതിനാൽ സന്തുഷ്ടയായ രാജർഷിയിൽ നിന്ന് വരം വാങ്ങിയ അവൾ ഭാഗ്യക്കേടാൽ ദുർഭഗ എന്ന ലോകത്തിൽ പ്രസിദ്ധയാണ്. ആ പൂരുവിനാൽ പൂരുവാണ് അവളെ വരിച്ചത്. അവൾക്കതിനകത്ത് അങ്ങനെ ഒരു പേര് കിട്ടി. എന്താ, അവൾ ദുർഭഗ എന്നൊരു പേര് കിട്ടി. അങ്ങനെ ഈ ലോകത്തിൽ അവൾ വളരെ പ്രസിദ്ധിയാണ്, ദുർഭഗ. ദൗർഭാഗ്യേനാത്മനോ ലോകേ വിശ്രുത ദുർഭഗേതി സാ യാതുഷ്ടാ രാജർഷയേതു വൃതാദാത് പൂരവേ വരം. കഥാചിദടമാനാസ ബ്രഹ്മലോകാൻ മഹീം ഗതം വൗരേ ബൃഹത് വ്രതം മാം തു ജാനതി കാമമോഹിത. കഥാചിദടമാനാസ ബ്രഹ്മലോകാൻ മഹീം ഗതം വൗരേ ബൃഹത് വ്രതം മാം തു ജാനതി കാമമോഹിത. ഒരിക്കൽ അവിടെ ചുറ്റി നടക്കുന്ന അവൾ ബ്രഹ്മലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന എന്നെ, അതായത് നാരദരായി കഥ പറയുന്നത് കേട്ടോ, അത് ഇടയ്ക്കിടയ്ക്ക് ഓർത്തോണം. പ്രാചീന ബർഹിഷിനോട് പറയുക, എന്നെ, ഞാനൊരു നൈഷ്ഠിക ബ്രഹ്മചാരിയാണല്ലോ എന്നറിയാമായിരുന്നിട്ടും ഈ കാമത്താൽ വരിച്ചു, എന്നെ സ്വീകരിച്ചു അവൾ. ആര്? ഈ കാലൻ്റെ പുത്രിയായ ദുർഭഗ. അത് നാരദർ പ്രാചീന ബർഹിഷിനോട് പറയുന്ന. മയി സംരഭ്യ വിപുലം അദാത് ശാപം സുദുസഹം സ്ഥാതുമർഹസി നൈകത്ര മദ്യാജ്ഞാ വിമുഖോ മുനി. മയി സംരഭ്യ വിപുലം അദാത് ശാപം എന്നാണ് വാക്ക്. വിപുലം അദാത് ശാപം എന്ന് ഒന്നിച്ചെഴുതിയിരിക്കുക. അത് മയി സംരഭ്യ വിപുലം എന്നാക്കുക, പിന്നെ അദാത് ശാപം എന്നാക്കണം. അങ്ങനെ രണ്ടായിട്ട് പിരിക്കണം, എന്നാലേ അത് നമുക്ക് 8 അക്ഷരം മുറിച്ച് വായിക്കാൻ പറ്റുള്ളൂ. മയി സംരഭ്യ വിപുലം അതാ ശാപം സ്വദുസഹം സ്ഥാതുമരിഹസി നൈകത്ര മദ്യാജ്ഞ വിമുഖോ മുനി. എൻ്റെ ആജ്ഞ മദ്യാജ്ഞ വിമുഖോ മുനി. അത് നിഷേധിച്ച ഞാൻ അവളെ ഓടിച്ചു വിട്ടു. ഞാൻ നിഷേധിച്ച അവളുടെ പ്രേമാഭ്യർത്ഥന, എൻ്റെ പ്രാർത്ഥന തിരസ്കരിച്ച അങ്ങയ്ക്ക് ഒരിക്കലും ഒരു ദിക്കിലും സ്ഥിരമായി നിൽക്കാൻ കഴിയില്ലെന്ന് കോപിച്ച് അവൾ ഈ അവൾ ദുർഭഗ ശാപിച്ചു. ഒരിക്കലും ഒരിടത്തും നിൽക്കാൻ പറ്റുകയില്ല, ഒരിടത്തും കുറേ കാലം അടുപ്പിച്ച് നിൽക്കാൻ സാധിക്കാതെ പോട്ടെ അങ്ങയ്ക്കെന്ന് നാരദരെ ശാപിച്ചു.
തതോ വിഹതസങ്കൽപ്പ കന്യകായവനേശ്വരം മയോപദിഷ്ടമാസാദ്യാവവ്രേ നാംനാ ഭയം പതിം. തതോ വിഹതസങ്കൽപ്പ കന്യകായവനേശ്വരം മയോപദിഷ്ടമാസാദ്യ വവ്രേ നാംനാ ഭയം പതിം. ഉദ്ദേശിച്ചത് നേടാൻ കഴിയാത്ത അവൾ, ആ ദുർഭഗ എന്ന കന്യക, ഞാൻ ഉപദേശിച്ചതനുസരിച്ച് ഭയം എന്ന സുപ്രസിദ്ധനായ യവനേശ്വരനെ ഭർത്താവായി സ്വീകരിച്ചു. അവളുടെ ദുർഭഗയുടെ ഭർത്താവ് ആരാണ്? ഭയം. ഇപ്പം എല്ലാം ആയല്ലോ, ഇപ്പം നമുക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ. അതായത് മരണഭയം എന്താണ്? മരണമാണ് ദുർഭഗ, ദുർഭഗയുടെ ഭർത്താവാണ് ഈ ഭയം. അപ്പോൾ അത് രണ്ടും ഒന്നിച്ചല്ലേ നിൽക്കുകയുള്ളൂ, മരണവും ഭയവും. മരണം ഉണ്ടെങ്കിൽ ഭയവും ഉണ്ട് അവിടെ. തതോ വിഹതസങ്കൽപ്പ കന്യക യവനേശ്വരം മയോപദിഷ്ടമാസാദ്യാവവ്രേ നാംനാ ഭയം പതിം. 24. ഋഷഭം യവനാനാം ത്വാം വൃണേ വീരേപ്സിതം പതിം സങ്കൽപ്പസ്ത്വയി ഭൂതാനാം കൃത കില ന രിഷ്യതി. ഋഷഭം യവനാനാം ത്വാം വൃണേ വീരേപ്സിതം പതിം സങ്കൽപ്പസ്ത്വം ഐ ഭൂതാനാം കൃത കില ന രിഷ്യതി. യവനേശ്വരനായ അങ്ങയെ ഞാൻ പ്രിയപ്പെട്ട പതിയായി വരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവൾ വരിച്ചത് ആരാ? ഈ ഭയത്തിനെ വരിച്ചത്. അങ്ങയാൽ ചെയ്യപ്പെട്ട പ്രാണികളുടെ എല്ലാ സങ്കല്പം വെറുതെ ആവില്ല എന്ന് പറഞ്ഞു. ദ്വാവിമാമനുശോചന്തി ബാലാവസദവഗ്രഹോ യല്ലോക ശാസ്ത്രോപനതം നരാതി ന തദിച്ഛതി. ഒന്നുകൂടെ വായിക്കാതെ. ദ്വാവിമാം അനുശോചന്തി ബാലാവസദവഗ്രഹോ യല്ലോക ശാസ്ത്ര ഉപനതം നരാതി ന തദിച്ഛതി. ഈ ലോകശാസ്ത്ര ഉപനതമായത് വേണ്ട വിധത്തിൽ കൊടുക്കുകയോ അതുപോലെ സ്വീകരിക്കുകയോ ചെയ്യാത്ത തെറ്റായ ആശകളോടുകൂടി ആ രണ്ട് അജ്ഞരെക്കുറിച്ചും സജ്ജനങ്ങൾ അനുശോചിക്കുന്നു. ഈ രണ്ട് സജ്ജനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് ദുർഭഗയും ഒന്ന് ഭയവും. ദുർഭഗ മരണം, ഭയം ഭർത്താവ്. അപ്പം ഭയവും ഈ ദുർഭഗ എന്നുള്ള ഭാര്യയ്ക്ക് ഭയം എന്നുള്ളതാണ് ഭർത്താവിന് പേര് കൊടുത്തിരിക്കുന്നത്. അത് പുരഞ്ജനോപാഖ്യാനത്തിൻ്റെ കഥയ്ക്കകത്ത് ഞാൻ പറഞ്ഞു, എല്ലാത്തിനകത്ത് ഓരോ പേരുകൾക്കും എല്ലാം അതിൻ്റേതായ ഓരോ അർത്ഥങ്ങളുണ്ട്. അപ്പം ഈ മരണം എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ ഈ ഭയവും എപ്പോഴും ഉണ്ടായിരിക്കും. അത് സത്യമായിട്ടുള്ളൊരു കാര്യം, അതങ്ങ് പറയുന്ന, അതൊരു ഭാര്യ ഭർത്താവ് ആയിട്ട് നമ്മളെ കാണിച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ ആന്തരിക അർത്ഥം നമ്മൾ സ്വയം മനസ്സിലാക്കിക്കോണം. അധോ ഭജസ്വമാം ഭദ്ര ഭജന്തി മേ ദയാം കുരു ഏതാവാൻ പൗരുഷോ ധർമ്മോ യഥാർത്ഥാൻ അനുകമ്പതേ. ആ വാക്ക് ശ്രദ്ധിക്കണം. യഥാർത്ഥാൻ അനുകമ്പതേ. അധോ ഭജസ്വമാം ഭദ്ര ഭജന്തി മേ ദയാം കുരു ഏതാവാൻ പൗരുഷോ ധർമ്മോ യഥാർത്ഥാൻ അനുകമ്പതേ. അല്ലോ ഭദ്ര, അതുകൊണ്ട് ഭദ്ര എന്നാണ് വിളിച്ചിരിക്കുന്നതാ ഉണ്ടോ. അധോ ഭജസ്വ മാം ഭദ്ര, അതുകൊണ്ട് അങ്ങയെ വന്ന് സ്വീകരിക്കുന്ന എന്നെ സ്വീകരിക്കുക, എൻ്റെ നേരെ ദയ ചെയ്യുക. ദുഃഖിതന്മാർക്ക് നേർക്ക് അനുകമ്പയാണ് പുരുഷധർമ്മം എന്ന് പറഞ്ഞു. അതാ ഈ ദുർഭഗ പറയുവാണ്. ആരോട്? ഈ ഭയം എന്ന ഭർത്താവിനോട് പറയുക. കാലകന്യോദിതവജോ, കാലകന്യ എന്ന് പറഞ്ഞാൽ അവളുടെ വാക്കാണ് ഈ പറഞ്ഞത്. കാലകന്യോദിതവജോ നിശമ്യ യവനേശ്വര ചികീർഷുർദേവഗുഹ്യം അവിടെ നിർത്തണം. സസ്മിതം താം അഭാഷത. കാലകന്യോദിതവജോ നിശമ്യ യവനേശ്വര ചികീർഷുർദേവഗുഹ്യം സസ്മിതം താം അഭാഷത. ആ യവനേശ്വരൻ കാലകന്യകയുടെ വാക്ക് കേട്ട് അതിരഹസ്യമായ ചില കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവളോട് ഇപ്രകാരം പറഞ്ഞു. എപ്രകാരം നോക്കാം. മയാ നിരൂപിതസ്തുഭ്യം പതിരാത്മസമാധിന നാഭിനന്ദതി ലോകോയം താം അഭദ്രാം അസമ്മതാം. അസമ്മതാം എന്നാണ് വായിക്കേണ്ടത് കേട്ടോ. ആ മാ അവിടെ ത്വാം അഭദ്രാം അസമ്മതാം എന്നാണ്. മാ ഇവിടെ ഉണ്ട്, അപ്പോൾ അത് ഭദ്രാം അസമ്മത എന്ന് വായിക്കണം. മയാ നിരൂപിതസ്തുഭ്യം പതിരാത്മസമാധിന നാഭിനന്ദതി ലോകോയം ത്വാം അഭദ്രാം അസമ്മതാം. ഞാൻ എൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നാഭിനന്ദതി ത്വാം അഭദ്രാം അസമ്മതാം. മയാ നിരൂപിതസ്തുഭ്യം പതിരാത്മസമാധിന നാഭിനന്ദതി ലോകോയം ത്വാം അഭദ്രാം അസമ്മത. ഞാൻ എൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് നിനക്കൊരു ഭർത്താവിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്.
തീരെ മംഗളമുള്ളവളല്ല ഇവള്. അതുകൊണ്ട് അമംഗളയും ആർക്കും സമ്മതയുമല്ലാത്തവളുമായ നിന്നെ ഈ ലോകം സ്വന്തം ഇച്ഛയോടെ സ്വീകരിക്കുകയില്ല. ആരെ? ഈ കാലകന്യകയാണല്ലോ നമ്മളെ ഈ കാലങ്ങൾ കഴിഞ്ഞെന്ന് പറഞ്ഞു. 360 പുത്രന്മാരുണ്ടായത് പറഞ്ഞല്ലോ. അത് 360 ദിവസങ്ങളാണ്. അപ്പോൾ ഒരു 360 ദിവസം കഴിയുമ്പോൾ ഒരു വർഷമായി. അങ്ങനത്തെ പല വർഷങ്ങൾ കഴിയുമ്പം ഇങ്ങോട്ട് പോരുക. അപ്പോൾ അവളാണ് ഈ കാലകന്യക. അത് കാലൻ്റെ മകൾ എന്നാണ് പറഞ്ഞത്. ദുർഭഗ എന്ന പേര് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാലകന്യകയെ ആരും സ്വന്തം ഇച്ഛയോടെ സ്വീകരിക്കുകയില്ല. അത് ഉറപ്പാണ്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഏകദേശം അർത്ഥം മനസ്സിലായില്ലേ? ഈ കാര്യങ്ങൾ പറയുന്നത് നമ്മളുടെ ഒരാളുടെ ജീവിതത്തിനെക്കുറിച്ച് തന്നെയാണ്. അത് പ്രാചീന ബർഹിസിനോട് നാരദൻ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പുരഞ്ജനോപാഖ്യാനം എഴുതിയിരിക്കുന്ന വളരെ ഗഹനമായ വിഷയം. അത് നമ്മൾ അതുപോലെ മനസ്സിലാക്കി. അത് ഞാൻ പറഞ്ഞ ഒരുപാട് അതിനെ നിങ്ങൾ കഷ്ടപ്പെടേണ്ട. ഈ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒന്ന് ഓർക്കുക, ഇത് കാലമാണെന്നും അത് എൻ്റെ ഭാര്യയാണ്, അവളൊരു സ്ത്രീ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അവളുടെ ഭർത്താവാണ് ഭയം എന്നുള്ളത്. അതൊക്കെ ഇങ്ങനെ ഓർത്തോർത്ത് നമ്മൾ വെച്ചാൽ മതി. അതിനെക്കുറിച്ച് ഒത്തിരി പറയുകയുണ്ട്. കാരണം അത് മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്. കാരണം ഇപ്പം തന്നെ ഞാനിത് ഒന്ന് വായിക്കുമ്പോൾ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് പിന്നീട് അത് ചിലപ്പോൾ അതുപോലെ തന്നെ പറയാൻ പറ്റുമെന്ന് നമുക്ക് പറ്റില്ല. കണ്ട് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അത്രയേ ഉള്ളൂ. ത്വം അവ്യക്തഗതി നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവളെ സ്വീകരിക്കുകയില്ല. ആരെ? ഈ കാലകന്യകയെ ആരും സ്വീകരിക്കുകയില്ല. ത്വം അവ്യക്തഗതിർഭുങ്ക്ഷ്വാ ലോകം കർമ്മ വിനിർമ്മിതം യാഹി മേ പൃതനായുക്ത പ്രജാനാശം പ്രണേഷ്യസി. ത്വം അവ്യക്തഗതിർഭുങ്ക്ഷ്വാ ലോകം കർമ്മ വിനിർമ്മിതം യാഹി മേ പൃതനായുക്ത പ്രജാനാശം പ്രണേഷ്യസി. അതുകൊണ്ട് നീ ആരും അറിയാതെ കർമ്മത്തിന് അധീനമായ ഈ ലോകത്തെ മുഴുവൻ അനുഭവിക്കുക. നീ ഇപ്പോൾ അങ്ങ് അനുഭവിച്ചോ? ഇഷ്ടം പോലെ ഈ വരുന്നത് നിനക്ക് പറ്റുന്നിടത്തോളം എൻ്റെ സൈന്യങ്ങളുമൊത്ത് പോയിക്കൊള്ളുക. അപ്പോൾ സർവ്വലോകത്തെയും നീ നശിപ്പിക്കും. അവളോട് പറയുക. ആരോട്? കാലകന്യകയോട്. പ്രജ്വാരോയം മമ ഭ്രാത ത്വം ച മേ ഭഗിനി ഭവ ചരാമ്യുഭാഭ്യാം ലോകേസ്മിൻ അവ്യക്തോ ഭീമസൈനികഃ. പ്രജ്വാരോയം മമ ഭ്രാത ത്വം ച മേ ഭഗിനി ഭവ ചരാമി ഉഭാഭ്യാം ലോകേസ്മിൻ അവ്യക്തോ ഭീമസൈനികഃ എന്നാണ് ആ വാക്കുകൾ. ഒന്നുകൂടെ വായിച്ചേക്കാം വായിക്കുന്ന പോലെ. പ്രജ്വാരോയം മമ ഭ്രാത ത്വം ച മേ ഭഗിനി ഭവ ചരാമ്യുഭാഭ്യാം ലോകേസ്മിൻ. അവിടെ നിർത്തുക. അവ്യക്തോ ഭീമസൈനികഃ. ഈ പ്രജ്വാരൻ എന്ന് പറയുന്ന ആൾ എൻ്റെ സഹോദരനാണ്. നീ എൻ്റെ സഹോദരിയായി വർത്തിക്കുക. കാലകന്യക പറയുന്ന. അപ്പം എൻ്റെ സഹോദരനാണ് പ്രജ്വാരൻ. ഈ ലോകത്തിൽ ഞാൻ അവ്യക്തനും വലിയ സൈന്യങ്ങളോട് കൂടിയവനുമായ നിങ്ങൾ 2 പേരോടും കൂടി സഞ്ചരിക്കാം എന്നങ്ങ് പറഞ്ഞിട്ട് ആ പ്രകരണം തീരുകയാണ്. ഇനി അടുത്തത് പുരഞ്ജനൻ്റെ സ്ത്രീ രൂപത്തിലുള്ള പുനർജന്മം. അതായത് പുരഞ്ജനിയെ ഓർത്ത് പുരഞ്ജനൻ മരിച്ചതുകൊണ്ട് പിന്നെ എന്ത് ചെയ്തു? പുരഞ്ജനിയായിട്ട് ജനിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കഥയാണിത്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ പുരഞ്ജനോപാഖ്യാനേ 27-തമോധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം.